പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കുക. ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ സ്വന്തം മനസ്സാക്ഷി ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കുകയും എന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നവിടെ കാണാൻ കഴിയും. അത് നാം വായിച്ച വചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട് അവന്റെ ജീവിതത്തിൽ പാപം വരുത്തുവാൻ, ദൈവത്തിന് അകറ്റിക്കളയുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് എന്നെ കേൾക്കുന്ന സഹോദര ഈ വചനം നിനക്കൊരു മുന്നറിയിപ്പായിട്ട് തരുന്നത്. ഈ വചനം മുന്നറിയിപ്പായി നീ സ്വീകരിച്ചത് കൊണ്ട് നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തര യോഗ്യമായി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. അപ്പൊ ഓരോരുത്തർ സ്വന്തം മനസ്സാക്ഷി ചുവടുവെച്ച് വിവാഹം വിലക്കുന്നു. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കേണ്ടതിനെ അവർ ത്യജിക്കച്ച് കളയാണ്. എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ദൈവവചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. നമ്മൾ എബ്രായ ലേഖനമൊക്കെ വായിക്കും കാണുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4 തൊട്ടുള്ള വാക്യം വായിക്കും കാണുന്നുണ്ട്. ഒരിക്കൽ സത്യത്തിന്റെ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർക്ക് തന്നെ ദൈവ പുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകബോധം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുന്നില്ലെന്ന്. അത് നിങ്ങൾ ഒരിക്കൽ കർത്താവിനെ കുറിച്ച് അറിഞ്ഞു, കർത്താവിനെ കുറിച്ച് കേട്ടു, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് നിങ്ങൾ ശുദ്ധീകരണം വരുത്തിയിട്ട് പിന്നെ നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ യേശുവിനെ കുറിച്ച് കേട്ടവനാണ്, യേശുവിനെ കുറിച്ച് കേട്ടവളാണ്. നീ യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കേണ്ടവളാണ്. അത് നീ അറിഞ്ഞിട്ടും നീ യേശുവിനെ വിട്ട് പിന്മാറിപ്പോയാൽ നിന്റെ ജീവിതത്തിനകത്ത് പാപങ്ങൾ, ശാപങ്ങൾ പെരുകുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 26 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്യാൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ഹല്ലേലൂയ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പിന്നെ ഒരു യാഗവും ഇല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. സത്യത്തിന്റെ പരിജ്ഞാനം നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ മരണം വരെ നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. വിശുദ്ധിയെ നീ നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ അശുദ്ധി, ഇവിടുത്തെ ഇമ്പങ്ങൾക്ക് ജീവിച്ച നിനക്ക് നിത്യത കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. അപ്പം വചനം പറയുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്പകാലം മാത്രമാണ്. ഹല്ലേലൂയ. മോശ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഏറിയാൽ 70, ഹല്ലേലൂയ, അല്ലെങ്കിൽ 80, ചിലപ്പം കൂടെ മുന്നോട്ട് പോയേക്കാം, അല്പം കുറഞ്ഞേക്കാം. എന്നാലും ലഭിച്ച സത്യമുണ്ടല്ലോ, അറിഞ്ഞ പരിജ്ഞാനത്തിനനുസരിച്ച്, ലഭിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തകർന്ന് തരിപ്പണമായി നിങ്ങൾ അവസാനം നിത്യ നരകത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങൾ പാപത്തിന് അധീനമായ ശരീരത്തെ വിട്ട് മടങ്ങി വരണം എന്നാണ് വചനം പറയുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇവിടെ കാണുന്നുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരണശിക്ഷ അനുഭവിക്കാതിരിക്കണമെങ്കിൽ, മരണശിക്ഷയിലേക്ക് നീ പോകാതിരിക്കണമെങ്കിൽ, മരണത്തോടുകൂടി നിത്യ നരകത്തിലേക്ക് നീ പോകാതിരിക്കും ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ
എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. അപ്പം നമ്മളെ ശുദ്ധീകരിച്ച രക്തം, ആ രക്തത്തെ നമ്മൾ മലിന രക്തമാക്കി അതിനെ ചവിട്ടിക്കളയും. നമ്മെ വിശുദ്ധീകരിച്ച ആ ദൈവകൃപ, ആ ദൈവത്തിന്റെ ആത്മാവിനെ നാം നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ കഠിനമായ കോപത്തിന് വിധേയരായി മാറും. അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, നാം ദൈവവചനത്തിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, 1 തൊട്ട് വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷനും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാൻ. ഞാൻ ഈ കഴിഞ്ഞ നാളും വിശുദ്ധിയെക്കുറിച്ച് ചെറിയ മെസ്സേജ് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ എന്നെ വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരുടെ പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ല. ഞാനും ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അന്ന് ദൈവത്തിന്റെ കോപത്തിന് ഇരയായി ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെ നിങ്ങളോട് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിനല്ല, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ്. താങ്കൾ എത്ര കാലമായി ശാപത്തിൽ വീണ് കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, കണ്ണുനീരിൽ വീണ് കിടക്കുന്ന, സങ്കടത്തിൽ വീണ് കിടക്കുന്ന, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരിക്കൽ പോലും ഒന്ന് ജീവിതത്തിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്ത എത്രയോ ദിനങ്ങൾ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് ദൈവത്തിന് പറഞ്ഞ വ്യാജാത്മാക്കളെയും ഭൂതാത്മാക്കളെയും ആമി ഉപദേശം കേട്ട് സ്വന്തം മനസ്സാക്ഷി ചൂടുവെച്ച് ദൈവവചനത്തെ നിന്ദിച്ചു കളയാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പൂജ്യങ്ങളെ നാം സ്തോത്രത്തോടു കൂടി അനുഭവിക്കേണ്ടതിന് പകരം അതിനെ ചവിട്ടിക്കളയുമ്പോൾ, അതിനെ തൂത്തെറിഞ്ഞു കളയുമ്പോൾ, അതിനെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾക്കതിനെ വലിയ ശിക്ഷാവധി നിങ്ങൾ വരുത്തി വെക്കുകയാണ്. അപ്പം നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നവർ അനവധി ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രാപിക്കുകയും ദൈവിക സന്തോഷം അനുഭവിക്കുകയും ദൈവിക സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് അറിയിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചിട്ട് നീ ആ വിശ്വാസത്തിന് അടിസ്ഥാനം ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കഴിഞ്ഞ കാലങ്ങൾ അനവധി ആളുകൾ ദൈവവചനത്തെ അനുസരിച്ച് വിശ്വസിച്ച് വിശ്വാസത്തിന് അധിഷ്ഠിതമായി ജീവിച്ചെന്നാൽ വ്യാജാത്മാക്കളെയും ഭൂതാത്മാക്കളെയും ഉപദേശം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ നീ എടുത്ത തീരുമാനത്തിൽ നിന്നെ വ്യതിചലിപ്പിച്ച് പാപത്തിലേക്ക് നിലപ്പിച്ച് ആദ്യം വലിച്ചുകൊണ്ടുപോയി. ഇന്ന് നീ നരക സമാനമായ അനുഭവത്തിന് നിൽക്കുന്നത്. മൊട്ടുസൂചി കൂട്ടത്തിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ അല്ലേ നിന്റെ ജീവിതം ഇന്നും? അല്ലേരിയ. ആ അനുഭവത്തിൽ ദൈവം നിനക്ക് രക്ഷ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തിന്റെ പകർച്ച, പാപത്തിന്റെ ജീവിതത്തിൽ പടർന്ന് പന്തലിക്കാതിരിക്കുവാൻ, പാപം നിന്നിലേക്ക് പകർച്ചയായി വരാതിരിക്കാൻ വേണ്ടി അല്ലേരിയ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം നീ എതിർത്ത് നിൽക്കണമെന്നാണ് വചനം പറയുന്നത്. പക്ഷെ വചനം എഴുതിയിരിക്കുന്നത് പാപത്തോട് പോരാടി നിങ്ങൾ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ലെന്നാണ് ലേഖനം 12:4 വായിക്കുന്നത്. പക്ഷെ നമ്മൾ എതിർത്ത് നിൽക്കണം പാപത്തോട് പോരാടുന്നതിൽ. ഈ ലോകത്തിൽ നമുക്ക് പോരാടി ജയിക്കേണ്ട പാപത്തോടാണ്. നിന്റെ ശരീരത്തെ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ സത്യസുവിശേഷത്തെ, നീ കേട്ട സത്യവചനത്തെ, നീ കേട്ട സത്യ ദൈവത്തെ, നിനക്ക് രക്ഷ തന്ന, വീണ്ടെടുപ്പ് തന്ന, നിത്യജീവന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിന്റെ ഉള്ളിൽ നീക്കിക്കളയുവാൻ വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ഇറങ്ങിയിട്ടുണ്ട്. അവന് നീ അട്ടിയറ വെക്കരുത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് കിടക്കുന്ന വ്യാജാത്മാക്കളെ ഭൂതാത്മാക്കളെ പിടിയിൽ അമർന്ന ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ ചവിട്ടികളും നിന്ന് ന്യായവിധിക്കേണ്ടി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. കർത്താവേ, അവർക്കൊരു മനസാന്തരം കൊടുക്കണമേ, അവർക്കൊരു മടങ്ങിവരവ് കൊടുക്കണമേ. പാപത്തിൽ വീടുപോകാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് മടങ്ങി വന്ന് കർത്താവ് നിത്യജീവനെ നൽകണം. സകല മുഖത്ത് കൊടുക്കണം. യേശു കർത്താവിന്റെ വിധിയേറെ നാമത്തിൽ തന്നെ. ആമേൻ.